തിരുവചനം തിരുവചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജെറമിയ പ്രവചനം 30-ാം അധ്യായം 17-ാം തിരുവചനം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും. ദൈവമായ കർത്താവ് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരോടുമായി നൽകുന്ന വലിയൊരു വാഗ്ദാനമാണ്. നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിൻ്റെ മുറിവുകൾ നിൻ്റെ കർത്താവ് സുഖപ്പെടുത്തും. സൗഖ്യപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പുത്രനായ ഈശോയെ, പരിശുദ്ധാത്മാവെ, അനുദിന ജീവിത വഴികളിൽ തളർന്നും അസ്വസ്ഥപ്പെട്ടും ജീവിക്കുന്ന ഓരോരുത്തർക്കും വലിയ പ്രത്യാശയും ആരോഗ്യവുമായി കർത്താവെ അങ്ങ് കൂടെയുണ്ടല്ലോ. നന്ദി പറയുന്നു. ഞങ്ങളുടെ മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്നവനെ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ജെറമിയ പ്രവചനം നമ്മുടെ ജീവിതത്തിൽ അനർത്ഥമാകാൻ പോവുകയാണ്. ഈ വചനം കേൾക്കുന്ന സമയത്ത് തന്നെ വലിയൊരു സൗഖ്യം നമ്മുടെ മേൽ സംഭവിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യമായി തന്നെ ഈ വചനം ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. ജെറമിയ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തും. എന്നെ കേൾക്കുന്നവരെ, ഈ ഭൂമിയിൽ എവിടെ ഇരുന്നാണ് ഈ വചനം കേൾക്കുന്നതെങ്കിലും മനസ്സിൽ ഇത് നീ അങ്ങോട്ട് സ്വീകരിക്കുക. എൻ്റെ കർത്താവ് എനിക്ക് വീണ്ടും ആരോഗ്യം നൽകും, എൻ്റെ കർത്താവ് എൻ്റെ മുറിവുകൾ ഉണക്കും. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു ഉറപ്പാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ, യേശു ഓരോ വ്യക്തിക്കും നൽകുന്ന വലിയൊരു കൃപയുടെ മേഖലയാണ് ഈ സൗഖ്യം എന്നുള്ളത്, ഹീലിംഗ് മിനിസ്ട്രി. ഈശോ വളരെ വ്യക്തമായി തൻ്റെ ദൗത്യം പ്രഖ്യാപിക്കുന്നു. ലൂക്കാസ് സുവിശേഷം 4-ാം അധ്യായം 16 മുതലുള്ള തിരുവചനത്തിൽ ഈശോ വളരെ വ്യക്തമായി തൻ്റെ ജീവിത ദൗത്യം, എന്തിനാണ് താൻ വന്നിരിക്കുന്നത്, മിഷനും വിഷനും ഈശോ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈശോ പ്രഖ്യാപിക്കുന്ന തൻ്റെ ദൗത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ശുശ്രൂഷ മേഖല എന്ന് പറയുന്നത് രോഗസൗഖ്യത്തിൻ്റെ മേഖലയാണ്. നമ്മുടെ മുമ്പിൽ തിരുവചനം പഠിപ്പിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 16-17 തിരുവചനം. യേശു അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അപ്പോൾ ഈശോയുടെ ജീവിതത്തിൻ്റെ ഒരു ദൗത്യത്തെക്കുറിച്ച് മത്തായി ശ്ലീഹ എഴുതി വച്ചിരിക്കുകയാണ്. അവൻ എന്ത് ചെയ്തു? അവൻ രോഗികളെ സുഖപ്പെടുത്തി. അനേക രോഗികൾ യേശുവിൻ്റെ പക്കൽ ഒരുമിച്ച് കൂടിയിരുന്നു. അവരെല്ലാവരെയും ഈശോ സുഖപ്പെടുത്തി. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവർ, വീണ്ടും തിരുവചനം പഠിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ തന്നെ സുവിശേഷം 8-ാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നു, സായാഹ്നമായപ്പോൾ അനേകം പിശാചുബാധിതരെ അവർ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു. അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും, തുടർന്ന് ശ്രദ്ധിക്കണം, എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്തു രോഗസൗഖ്യം നൽകിയെന്ന് വചനം പഠിപ്പിക്കുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഈശോയുടെ വലിയൊരു ദൗത്യമായിരുന്നു സൗഖ്യം നൽകുക എന്നുള്ളത്. നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുത്ത് രോഗസൗഖ്യം നൽകി എന്നുള്ളതിൻ്റെ പൂർത്തീകരണം സംഭവിച്ചത് കാൽവരി മലയിലാണ്. രോഗത്തെയും രോഗപീഠകളെയും കാൽവരി മലയുടെ നെറുകയിൽ യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ ആ രോഗത്തിൻ്റെ മുകളിൽ യേശു ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ രോഗസൗഖ്യം നൽകുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, തിരുവചനം നമ്മളെ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 24-ാം തിരുവചനം. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ചു നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സൗഖ്യം വന്ന വഴി നമ്മളൊന്ന് പഠിച്ചു നോക്കിക്കേ.
യേശുക്രിസ്തുവിൻ്റെ കുരിശുമരണത്താലാണ് നമ്മുടെ സൗഖ്യം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവൻ ഏറ്റെടുത്തത് നമ്മുടെ പാപങ്ങളാണ്, നമ്മുടെ രോഗങ്ങളാണ്. യേശുവിൻ്റെ കുരിശുമരണത്താൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടവരാണ്, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, സൗഖ്യം നമ്മുടെ സ്വന്തമാണ്. ആ സൗഖ്യദായകൻ നമ്മുടെ യേശുവാണ്. അതുകൊണ്ടാണ് ജെറമിയ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകളെ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം ഇത് വളരെ ശക്തമായിട്ട് ഉറപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമാണ്. ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് നൽകപ്പെട്ട സൗഖ്യത്തെക്കുറിച്ചല്ല, മറിച്ച് ദൈവത്തിൽ വിശ്വസിക്കുന്ന ഓരോ വ്യക്തിക്കും കിട്ടുന്ന വലിയ ഒരു സന്ദേശം തന്നെയാണിത്. വചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് പുറപ്പാട് അനുഭവത്തിലാണ്. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം നമുക്കറിയാം. 14-ാം അധ്യായത്തിൽ ചെങ്കടൽ കടക്കുന്നു. 15-ാം അധ്യായത്തിൽ വ്യത്യസ്തമായ മേഖലകളിലൂടെ കർത്താവ് പിന്നീട് അങ്ങോട്ട് ദൈവം ആരെന്നങ്ങോട്ട് തെളിയിക്കുന്ന സംഭവമാണ്. അതായത് മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നിൻ്റെ പേരെന്താണ്? എനിക്കൊരു ദൈവമുണ്ടെന്നൊക്കെ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർ ചോദിക്കുമല്ലോ, എന്താണ് നിൻ്റെ ദൈവത്തിൻ്റെ പേര്? അപ്പോൾ എന്തു പറയും? അപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ ആകുന്നവൻ ആകുന്നു. മോശയ്ക്ക് വല്ലതും മനസ്സിലായോ? ഞാൻ ആകുന്നവൻ ആകുന്നു. ഐ ആം ദ വൺ ഹൂ ഐ ആം. ഞാൻ ആകുന്നവൻ ആകുന്നു. മോശയ്ക്ക് ഇത് വല്ലതും മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, മനസ്സിലാകാതിരുന്ന ഒരു വാക്കിലൂടെ പറഞ്ഞിട്ടും മനസ്സിലാകാതിരുന്ന മോശയോട് പിന്നീട് ദൈവം ഓരോ പ്രവൃത്തിയിലൂടെ കൊണ്ടു നടന്ന് മോശയ്ക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്താണ് ഈ ഞാൻ ആകുന്നവനാകുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം? അത് കൃത്യമായിട്ട് പഠിപ്പിച്ചു കൊടുത്തു. പുറപ്പാട് സംഭവം 14-ാം അധ്യായത്തിൽ ചെങ്കടൽ കടക്കുന്ന സന്ദർഭത്തിൽ ദൈവം പറഞ്ഞു, എന്താണ്? ഈ പ്രകൃതി ശക്തികൾക്കും മുകളിൽ എനിക്ക് ആധിപത്യമുണ്ട്. 15-ാം അധ്യായത്തിൽ കൃത്യമായ വചനത്തിലൂടെ ദൈവമായ കർത്താവ് പറഞ്ഞു, രോഗങ്ങൾക്ക് മുകളിൽ എനിക്ക് ആധിപത്യമുണ്ട്. രോഗസൗഖ്യം നൽകുന്നവൻ ഞാനാണ്. വീണ്ടും മുന്നോട്ട് നീങ്ങുമ്പോൾ പട്ടിണിയുടെ ഘട്ടത്തിൽ മന്നായും കാടപ്പക്ഷിയും കൊടുത്തപ്പോൾ ദൈവമായ കർത്താവ് വീണ്ടും പഠിപ്പിച്ചു, നിന്റെ വിശപ്പ് മാറ്റുന്നത് ഞാനാണ്, നിന്റെ സംരക്ഷകൻ ഞാനാണ്. മുന്നോട്ടുള്ള വഴികളിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോൾ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്ത് പഠിപ്പിച്ചു, നിന്റെ സംരക്ഷകൻ ഞാനാണ്. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ ആകുന്നവനാകുന്നു എന്ന വാക്കിൻ്റെ അർത്ഥം ഓരോ പ്രവൃത്തിയിലൂടെയും കർത്താവ് തെളിയിച്ചു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 26-ാം തിരുവചനം, നീ നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിന്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം കർത്താവ് ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു. ഞാൻ ആരാണ്? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾക്ക് മുമ്പ് എവിടെയോ നടന്നൊരു ചരിത്രത്തെക്കുറിച്ചല്ല, ഇന്നും നിനക്ക് വിശ്വസിക്കാനായിട്ട് തയ്യാറാവുന്നുണ്ടോ? എങ്കിലിതാ വചനം പഠിപ്പിക്കുന്നു, നിന്റെ രോഗം സൗഖ്യപ്പെടാൻ നീ എന്തു ചെയ്യണം? നീ നിന്റെ ദൈവമായ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. കാരണം വചനം പഠിപ്പിക്കുന്നു, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളെ വലിയ ഒരു ആനന്ദത്തിലേക്ക് നയിക്കുന്നൊരു കാര്യമാണ്. നിന്റെ രോഗത്തിന് ഉത്തരമുണ്ട്. നിന്റെ രോഗം സൗഖ്യപ്പെടാനുള്ളതാണ്. പഴയ നിയമ പുസ്തകങ്ങളിലൊക്കെ ഈ വചനം കൃത്യമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. യെശയ്യായുടെ പ്രവചനം 53-ാം അധ്യായം 6-ാം തിരുവചനം, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. വീണ്ടും വചനം പഠിപ്പിക്കുന്നു, സങ്കീർത്തനം 103:3, അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്ന് നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ ഗ്രന്ഥവചനങ്ങളിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സത്യം, നിന്റെ ദൈവമായ കർത്താവ് നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്. നിന്നെ സുഖപ്പെടുത്തുന്ന ദൈവമാണ്.
നിൻ്റെ രോഗത്തിൻ്റെ ഏത് ഘട്ടത്തിലും നിനക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു ദൈവമുണ്ട്, ഒരു പേരുണ്ട്. അതാണ് യേശു എന്നുള്ള പേര്. യേശുവേ എന്ന് വിളിക്കുമ്പോൾ നിൻ്റെ രോഗത്തിൻ്റെ നടുവിൽ അത് സൗഖ്യമായിട്ട് കടന്നു വരും. നമുക്കറിയാമല്ലോ, ധ്യാന ശുശ്രൂഷകളിലൊക്കെ അത്ഭുതകരമായ രോഗശാന്തികൾ സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ, അനുഭവിച്ചിട്ടുണ്ടല്ലോ. അതെങ്ങനെ സംഭവിക്കുന്നത്? ധ്യാനത്തിന് വരുമ്പോൾ കേൾക്കുന്നത് എന്താണ്? വചനമാണ് കേൾക്കുന്നത്. വചനമാണ് കേൾക്കുന്നത്. വചനം യേശുവാണ്. ഈ വചനം സ്വീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? വചനം സ്വീകരിക്കുമ്പോൾ അത് വ്യക്തികളിൽ സൗഖ്യമായിട്ട് മാറും. അതുകൊണ്ടാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായം 12-ാം തിരുവചനം പറഞ്ഞിരിക്കുന്നത്, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, മറിച്ച് എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ധ്യാനങ്ങൾക്കൊക്കെ രോഗികൾ വരും. അവരൊത്തിരി മരുന്ന് കഴിച്ച് കഷ്ടപ്പെട്ട് തകർന്നൊക്കെ വരും. എന്നാൽ ധ്യാനത്തിന് വന്നു കഴിയുമ്പോൾ, ഈശോയുടെ വചനം കേട്ട് കഴിയുമ്പോൾ ആ രോഗഗ്രസ്തമായ ശരീരഭാഗങ്ങളിൽ യേശുവിൻ്റെ വചനം സൗഖ്യമായിട്ട് കടന്നു വരും. എത്ര വർഷം പഴക്കമുണ്ടെന്നുള്ളതല്ല, എത്ര കഠിനകരമായ രോഗങ്ങളുണ്ടെന്നുള്ളതല്ല, നിൻ്റെ ജീവിതത്തിൽ രക്ഷയില്ല എന്ന് നാട്ടുകാർ പറഞ്ഞതല്ല, മറിച്ച് നിൻ്റെ ജീവിതത്തിലെ യേശു അനുഭവം സൗഖ്യദായകമാണെന്നുള്ള തിരിച്ചറിവാണ് പ്രധാനപ്പെട്ടത്. 38 വർഷം രോഗിയായി കിടന്ന വ്യക്തിയുടെ മുമ്പിൽ യേശു ക്രിസ്തു സൗഖ്യം കൊടുത്തെങ്കിൽ വർഷങ്ങളുടെ പഴക്കമോ എണ്ണമോ വിഷയമല്ല. എന്നെ കേൾക്കുന്നവർ ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ചു മടുത്തു, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഈ രോഗം മാറില്ല എന്നാണ് നിൻ്റെ തലയിൽ പിശാച് പറഞ്ഞിരിക്കുന്നതെങ്കിൽ വചനം പറയുന്നു, വർഷത്തിൻ്റെ പഴക്കം പ്രശ്നമല്ല, നീ പ്രാർത്ഥിക്കുക, നിൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടും. ഇനി ചില സീരിയസായ രോഗങ്ങൾ, ചെറിയ രോഗങ്ങളൊക്കെ മാറും, എന്നാൽ സീരിയസായ രോഗങ്ങൾ മാറില്ല എന്ന് ചിന്തിക്കുന്നെങ്കിൽ ബൈബിൾ എടുത്ത് വായിച്ചു നോക്ക്. തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചവൻ, മരിച്ചവനെ ജീവിപ്പിച്ചവൻ ഇന്നും നിൻ്റെ ജീവിതത്തിലുണ്ട്. നീ വിശ്വസിക്കാമെങ്കിൽ അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കാണും. പ്രിയപ്പെട്ടവരെ, ഈശോ നൽകുന്ന വലിയ ഒരു ദൗത്യമാണ് ഇപ്രകാരം ഈ മേഖലയിൽ നമ്മൾ വ്യാപരിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 17-18 തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത്, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം പഠിക്കുന്നു, ദൈവം സൗഖ്യദായകനാണ്. ഈ സൗഖ്യം ഇന്നും നിൻ്റെ ജീവിതത്തിൽ നിനക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷേ അതിനെന്താണ് നമ്മുടെ ഭാഗത്തു നിന്നുള്ള നിലപാട് എന്താണ്? മർക്കോസ് സുവിശേഷകൻ നമ്മളെ പഠിപ്പിക്കുന്നു, വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും. ആർക്കാണ് ഈ കൃപ? വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. നീ നിൻ്റെ ദൈവത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുക. എൻ്റെ യേശുവിന് എന്നെ സുഖപ്പെടുത്താൻ സാധിക്കും. പ്രിയപ്പെട്ടവർ, ഇതൊരു വലിയ അധികാരവും അവകാശവുമായിട്ട് നമ്മുടെ കൈകളിലേക്ക് ദൈവമായ കർത്താവ് നൽകുകയാണ്. അതുകൊണ്ടാണ് വചനത്തിൽ ഈ കാര്യം കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനം, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അപ്പോൾ സൗഖ്യം നേടാൻ, സൗഖ്യം മറ്റുള്ളവർക്ക് പങ്കുവച്ചു കൊടുക്കാൻ നമുക്കുണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് വിശ്വാസ അനുഭവം എന്നുള്ളത്. എൻ്റെ കർത്താവിന് എന്നെ സൗഖ്യപ്പെടുത്താൻ സാധിക്കും. ഈ ഒരു ബോധ്യം, ആ ഒരു ബോധ്യം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യങ്ങളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തു ചെയ്യണം? നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ സൗഖ്യത്തിനു വേണ്ടി ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കണം. ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കണം. മനോഹരമായൊരു പ്രാർത്ഥന പോലെ ഒരു വചനം നൽകുന്നുണ്ട്. അത് ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം തിരുവചനം, കർത്താവെ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാവും. കർത്താവെ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. എന്നെ കേൾക്കുന്നവരെ, ആവർത്തിച്ച് വിശ്വാസപൂർവ്വം പറഞ്ഞോ,
നിൻ്റെ ജീവിതത്തിൽ സൗഖ്യം നിന്നോടുകൂടെയുണ്ട്. ആവർത്തിച്ച് ഈ വചനം, ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം വചനം, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യം പ്രാപിക്കും. കർത്താവേ എന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങ് മാത്രമാണ് പ്രത്യാശ. ഈ വചനം ആവർത്തിച്ച് പറഞ്ഞോ, നിൻ്റെ രോഗത്തിനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. അപ്പോൾ സൗഖ്യം പ്രാപിക്കാനുള്ള ഒന്നാമത്തെ മേഖലയാണ് ഏറ്റുപറഞ്ഞ്, വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. വീണ്ടും നമ്മുടെ മുമ്പിൽ വെച്ചു നീട്ടുന്ന മറ്റൊരു കാര്യമാണ്, ദൈവത്തെ ആരാധിക്കുമ്പോൾ നമ്മുടെ സൗഖ്യം സംഭവിക്കും. നമുക്ക് പഠിപ്പിക്കുന്നത് പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. അപ്പോൾ നീ നിൻ്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിൻ്റെ രോഗം നിൻ്റെ ജീവിതത്തിൽ സൗഖ്യമായിട്ട് മാറും. രോഗം സൗഖ്യമായിട്ട് മാറും. ദൈവത്തെ ആരാധിക്കുക. ഇത് കേൾക്കുമ്പോൾ ചിലരുടെയെങ്കിലൊക്കെ ഉള്ളിൽ വ്യത്യസ്ത തരത്തിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ വരുന്നത് എനിക്ക് മനസ്സിലാകും. കാരണം രോഗത്തെ ഓർത്ത് ആരെങ്കിലും സ്തുതിക്കാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, രോഗത്തെ ഓർത്ത് സ്തുതിക്കണം. നിൻ്റെ രോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഞാനൊരു ഉദാഹരണം പറയാം. കുറേ നാളുകൾക്ക് മുമ്പ് ഒരു ക്യാൻസർ രോഗിയുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ ചെന്നു. പ്രിയപ്പെട്ടവർ, ഈ ക്യാൻസർ രോഗിയുടെ പ്രത്യേകത മരണമടുത്തു എന്ന് മാത്രമല്ല, ഈ രോഗിയെ കൊണ്ട് ആ വീട്ടുകാർ മടുത്തു. ഈ രോഗി മരിക്കാൻ പോകുന്നത് മാത്രമല്ല, ഈ രോഗിയെ കൊണ്ട് ആ വീട്ടുകാർ മടുത്തു. വാ തുറന്ന ശാപവാക്കുകൾ മാത്രം പറയും. ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ ശപിച്ചുകൊണ്ടിരിക്കും. നാട്ടുകാരൻ വീട്ടുകാരെ ശപിച്ചുകൊണ്ടിരിക്കും. എന്ന് മാത്രമല്ല, ഉറക്കയില്ല. വല്ലാത്ത വേദനയാണ്. ക്യാൻസറിൻ്റെ വേദന സഹിക്കാൻ പറ്റുന്നില്ല. ഒരുപക്ഷെ ഈ സഹനം, ഈ വേദന കൂടുന്നതനുസരിച്ച് ഇദ്ദേഹം ഇങ്ങനെ ചീത്ത പറയും, മറ്റുള്ളവരെ തുപ്പും. അങ്ങനെ വല്ലാത്ത ഒരു സ്വഭാവ പ്രത്യേകത. അപ്പോൾ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളൊരു കുറച്ച് പ്രാർത്ഥനാ ഗ്രൂപ്പുകാർ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് വീട്ടുകാർ തന്നെ പറഞ്ഞ് ആകപ്പാട് അസ്വസ്ഥത, മുറിയിലോട്ട് കയറാൻ മേല. കാരണം ആരും അങ്ങ് അടുക്കത്തില്ല. കാരണം ഇദ്ദേഹത്തിന് അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഇദ്ദേഹം ആകപ്പാട് അസ്വസ്ഥനായിട്ട് എപ്പോഴും സംസാരിക്കുകയുള്ളൂ, തുപ്പാൻ തുടങ്ങും, ചീത്ത പറയും, അങ്ങനെ എല്ലാം. എങ്കിലും ഞങ്ങൾ ചെന്നപ്പോൾ ഭാര്യ പറഞ്ഞിരുന്നു, അച്ഛാ ഇദ്ദേഹത്തിന് നല്ലൊരു ഉറക്കം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ അച്ഛാ സമാധാനമാകുമല്ലോ, കാരണം വല്ലാത്ത വേദന അച്ഛാ. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കുറച്ചിങ്ങനെ മാറി നിൽക്കുകയാണ്. ഞങ്ങളിങ്ങനെ മാറി നിന്ന് കർത്താവ് പറഞ്ഞൊരു സന്ദേശം ഇങ്ങനെയായിരുന്നു, ഈ രോഗത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക, ആരാധിക്കുക. പ്രിയപ്പെട്ടവരെ, കട്ടിലിന് ചുറ്റും നിന്ന് ഞങ്ങളെല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ഈശോയെ നന്ദി, ഈശോയെ സ്തുതി എന്ന് പറഞ്ഞ് ഞങ്ങൾ സ്തുതിക്കാൻ തുടങ്ങി. ഇന്നോളം നമ്മൾ കേട്ടിട്ടുണ്ടോ ക്യാൻസർ രോഗത്തെ ഓർത്ത് സ്തുതിക്കുക? എന്നാൽ ഞങ്ങൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു. ആദ്യം ആ വീട്ടുകാരൊക്കെ സംശയത്തോടെ നോക്കി, ഇതെന്താ ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടി. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കണ്ട ഒരു മനോഹരമായ കാഴ്ച എന്താണെന്നറിയാവോ? അത്രയും നേരം ചീത്ത പറഞ്ഞ് തുപ്പി മറ്റുള്ളവരെ വിഷമിപ്പിച്ച് അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരുന്ന ഈ രോഗി ഈ സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സാവധാനം ഈ രോഗി കണ്ണടച്ച് ഒരു നല്ല മയക്കത്തിലേക്ക് അല്പസമയം സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ വീട്ടുകാരോട് പറഞ്ഞു, ആ രോഗി നന്നായിട്ട് കിടന്നുറങ്ങട്ടെ. പ്രിയപ്പെട്ടവരെ, സംഭവിച്ച കാര്യം എന്തെന്നറിയാവോ? ആ വീട്ടുകാർ പറഞ്ഞതാണ്, അച്ഛാ എത്ര നാളായെന്നറിയോ ഞങ്ങളുടെ ആ പ്രിയപ്പെട്ട കുടുംബാംഗം നന്നായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. കാര്യം ചീത്ത വാക്കൊക്കെ പറയും, പക്ഷെ അച്ഛാ കണ്ടാൽ സഹിക്കത്തില്ല, അതിന് മാത്രം സഹിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഉറക്കം കിട്ടാറില്ലായിരുന്നു. എന്നാൽ നിങ്ങൾ വന്ന് അതിന് ചുറ്റും നിന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നല്ല ഉറക്കം കിട്ടും. പ്രിയപ്പെട്ട 2 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചെന്നു. അന്ന് ഈ രോഗി പറഞ്ഞൊരു കാര്യം, നിങ്ങളന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്തെന്നില്ലാത്ത ഒരു വലിയ ശാന്തിയും സമാധാനവും എൻ്റെ ഉള്ളിലോട്ട് വന്നു. എനിക്ക് ശാന്തമായിട്ട് ഒന്ന് ഉറങ്ങാൻ പറ്റി. പ്രിയപ്പെട്ടവരെ, അന്ന് ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ സ്വഭാവത്തിൽ കുറേയധികം മാറ്റങ്ങൾ. ഞങ്ങൾ അന്ന് നന്നായിട്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ ക്യാൻസർ രോഗിയെക്കുറിച്ച് ഈ നാളുകൾ കേൾക്കാനിടയായി. മരിച്ചിട്ടില്ല, പക്ഷേ ക്യാൻസർ രോഗമുണ്ട്, കിടപ്പിലാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പണ്ടുണ്ടായിരുന്ന ആ നിരാശയും ദുഃഖവും അതോടൊപ്പം തന്നെ കോപവും ദേഷ്യമൊക്കെ മാറി ഇപ്പോൾ സാവധാനം പ്രകാശം തെളിഞ്ഞു വരുന്നു. ഇദ്ദേഹത്തിനെ കാണാൻ ഒത്തിരി പേര് വരുന്നു. അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വീട്ടുകാരൊക്കെ ഇരുന്ന് വർത്തമാനം പറയുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം, അതായത് ഈ രോഗിയുടെ സാന്നിധ്യം പണ്ട് ശാപമായിരുന്നെങ്കിൽ, അസ്വസ്ഥതയായിരുന്നെങ്കിൽ, ഇന്ന് ആ കുടുംബത്തിൻ്റെ ബ്ലെസ്സിങ് ആക്കി മാറ്റി. എപ്പോഴാണ് ഈ രോഗിയുടെ അടുക്കയിലിരുന്ന്
ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്തപ്പോൾ. പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ രോഗത്തിൻ്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് സൗഖ്യമാക്കി മാറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. അതായത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നതുപോലെ തന്നെയാണ് നമ്മൾ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത്. മറ്റൊരു വചനം നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? സങ്കീർത്തന പുസ്തകം 91 അധ്യായം 15-16 തിരുവചനം. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. പ്രിയപ്പെട്ടവരെ, സംരക്ഷണ വചനമാണ് സങ്കീർത്തനം 91. പറ്റുന്നവരൊക്കെ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ഈ സങ്കീർത്തനത്തിൽ നമുക്ക് നൽകുന്നു തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്. അപ്പോൾ വിളിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ ഉള്ളിലേക്ക് കൃപ ചൊരിയാൻ തുടങ്ങും. അതോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാവുന്ന മനോഹരമായ കാര്യമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 38 അധ്യായം 9 തിരുവചനം വരുന്നത്. ഒരു രോഗം വരുമ്പോൾ അസ്വസ്ഥപ്പെട്ട് ഉദാസീനനായിട്ട് കളയാനല്ല. മകനെ, രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക. അവിടുന്ന് നിന്നെ സുഖപ്പെടുത്തും. ഇത് നമുക്ക് വലിയൊരു സൗഖ്യത്തിൻ്റെ കൃപയാണ്. യേശയ്യായുടെ പ്രവചനം 58 അധ്യായം 8-9 വചനം. അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും. നീ വേഗം സുഖം പ്രാപിക്കും. നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിൻ്റെ മഹത്വം നിന്റെ പിമ്പിലും നിന്നെ സംരക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുമ്പോൾ ഇപ്രകാരമുള്ള ഒരു സംരക്ഷണം, രോഗസൗഖ്യം ലഭിക്കും. രോഗസൗഖ്യം 2 തരത്തിൽ സംഭവിക്കും. ഒന്ന്, പ്രകടമാകുന്ന തരത്തിൽ നിന്റെ രോഗപീഠ നിന്നെ വിട്ടുമാറും. മറ്റൊന്നാണ്, ആ രോഗങ്ങൾ സഹിക്കാനുള്ള ഒരു സൗഖ്യം നിനക്ക് കിട്ടും. ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ, ചില രോഗങ്ങൾ അംഗീകരിക്കാനുള്ള സൗഖ്യം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിൽ അപ്രകാരം ഒരു പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. യോഹന്നാൻ്റെ 3 ലേഖനം 1 അധ്യായം 2 തിരുവചനം. യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതിയതിൽ അതിൽ 3 ലേഖനം 1 അധ്യായം 2 തിരുവചനം ഒരു ആശംസയാണ് അതിൽ നൽകുന്നത്. വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ്റെ 3 ലേഖനം 1 അധ്യായം 2 വചനം. വാത്സല്യഭാജനമേ, നിന്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ ആയിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ പ്രാർത്ഥന നമ്മുടെ ഒപ്പം ഉണ്ടാകട്ടെ. ആത്മാവിൽ നമ്മൾ നല്ല ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിലും നമ്മളൊരു സുസ്ഥിതിയിലായിരിക്കട്ടെ എന്ന് യോഹന്നാൻ ശ്ലീഹ ആശംസിക്കുകയാണ്. ഈ ആശംസ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. ജെറമ്യാ പ്രവചനം 30 അധ്യായം 17 തിരുവചനം. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ഈ ആശംസ, ഈ പ്രാർത്ഥന ഹൃദയത്തിൽ സ്വീകരിക്കാം. നിന്റെ രോഗം നിനക്ക് സൗഖ്യമായിട്ട് മാറട്ടെ, അനുഗ്രഹമായിട്ട് മാറട്ടെ. കാരണം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നവനാണ്. ആമേൻ.